പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല അല്ലേ? ഞാൻ പലയിടത്തും അന്വേഷിച്ചു. തുറയിലും വീട്ടിലും ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതോർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? കൊച്ചുമുതലാളി എന്തിനാ വന്നത്? ചെമ്പരന്തിന്റെ മോള് പിഴച്ചതാണെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. വളച്ചു കിട്ടുന്നില്ല. കാത്തുവിന്റെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അവളെ ഞാൻ കെട്ടിക്കോളാം. കൊട്ടും കുരവയൊന്നും വേണ്ട. വിരോധമില്ലെങ്കിൽ ഒരു നിറപറയും നിലവിളക്കം വെച്ച് ഒരു മുണ്ടും കൊടുത്ത് ഞാൻ അവളെ വിളിച്ചോണ്ട് പോയിക്കോളാം. പിന്നെ അവള് കാരണം ഈ തുറ മുടിഞ്ഞു എന്ന് പറയില്ലല്ലോ. എന്താ ചെമ്പരന്ത് ആലോചിക്കുന്നേ? കൊച്ചുമുതലാളി ഉണ്ണികൃഷ്ണൻ അങ്ങനെ വിളിച്ചാ മതി. അമ്മായിയപ്പനെ കൊണ്ട് മുതലാളി എന്ന് വിളിപ്പിക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ലോ. പിന്നെ ഉടനെ ഒരു മുഹൂർത്തം നോക്കണം. നമ്മൾ ഈ ദുനിയാവിന്ന് പോണതിന് മുമ്പ് നിന്റെ നിക്കാഹ് നടന്നു കാണണമെന്ന ആ ഒറ്റ ആഗ്രഹമേ നമുക്കുള്ളൂ. താളം തെറ്റിയുള്ള നമ്മുടെ സംഘടിപ്പുകൾ പറയണേ നമുക്ക് പടച്ചോന്റെ അടുത്ത് പോകാൻ സമയമായെന്ന്. നമ്മൾ പോണതിന് മുമ്പ് നീ ഈ ഇബിലീസുകളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട, ഈ നശിച്ച കടപ്പുറത്ത് നിന്ന് നീ രക്ഷപ്പെട്ട മോളെ. നിന്റെ വേദന നമ്മൾ അറിയണുണ്ട്. നിന്റെ മനസ്സ് ചന്തുവിനെ ഓട്ട് തുടിക്കണതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ അവൻ മരിച്ചോ ജീവിച്ചിരിക്കണോ എന്ന് നമുക്കറിയാം. തലയിൽ വരച്ചതുപോലെ എല്ലാം നടക്കും. നിന്റെ ഉപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ നിക്കാഹിന് നീ സന്തോഷത്തോടെ സമ്മതിക്കണം മോളെ. ഞാനും എന്റെ മരുമോനും ഈ കടപ്പുറം ഭരിക്കും. ഇഷ്ടം പോലെ അടിച്ചോളാം എല്ലാവരും. നിന്റെ മോറ് തെളിഞ്ഞില്ലേടാ കറുപ്പ. ഇന്ന് നമ്മള് കള്ളു കുടിച്ച് നേരം വെളുപ്പിച്ചാലോ? വന്ദയം വെച്ച് കുടിക്കാനുള്ള ആരെങ്കിലും നേടണമെന്ന് മോഹിച്ചതെല്ലാം നേടാനുള്ള നേരമാണ് എനിക്കിത്. ഈ ഒരു രാവും ഈ ഒരു മുഹൂർത്തവും എന്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് എനിക്കൊന്ന് കാണണം. നീ ഒന്ന് എടുത്തു വരും. ഞാൻ വിചാരിച്ചതിലും സുന്ദരിയാണ് നീ. നിനക്കറിയാമോ ഇതാരുടെ പുടവയാണെന്ന്? എന്റെ അമ്മയുടെ. നിനക്കറിയാമോ ഞാൻ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചത് എന്തിനാണെന്ന്?
നിന്നെ ഒരുക്കാൻ. നിനക്കറിയാമോ ഞാൻ എന്തിനാണ് നിന്നെ ഒരുക്കുന്നതെന്ന്? നിന്നെ പിഴപ്പിക്കാൻ. ഇല്ല, അവൻ ഈ കടാപ്പുറത്തുനിന്ന് രക്ഷപ്പെട്ടു പോവാൻ പാടില്ല. എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടുപിടിച്ച് വെള്ള കയറും മുമ്പ് കൊന്ന് കടലിലെറിയണം. വാടാ. എന്തായി കാട്ടിയത്? നിന്റെ കഴുത്തിൽ ഈ മിന്നി കിടക്കുമ്പോ നിന്നെ ഞാൻ തൊട്ടാൽ നീ എന്റെ ഭാര്യയായി പോ. അത് പാടില്ല. നീ എന്റെ വെപ്പാട്ടിയാകാനേ പാടുള്ളൂ. എന്റെ അമ്മയെ നിന്റെ തന്ത വെപ്പാട്ടിയാക്കിയതുപോലെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം മതി, എല്ലാം മനസ്സിലാക്കി തരാം. നിന്റെ തന്ത ഈ കിടപ്പുറത്ത് താണ്ഡവമാടിയ കഥകളൊക്കെ നിനക്ക് കേൾക്കണോടി. അങ്ങനെ എന്റെ അമ്മയെ അയാൾ വെപ്പാട്ടിയാക്കി. ആദ്യം അയാളുടെ, പിന്നെ തമ്പുരാന്റെ, പിന്നെ തമ്പുരാന്റെ കൊട്ടാരത്തിൽ വരുന്ന അതിഥികളുടെ. അവരുടെ കിടപ്പറയിൽ എന്റെ അമ്മ വീർപ്പ് മുട്ടി കിടക്കുമ്പോ ഈ മരവിച്ച കടപ്പുറത്ത് അമ്മയെന്ന് വിളിച്ച് ഞാൻ അലയുകയായിരുന്നു. കാറും കോളും കടലും അലറിയപ്പോ എന്റെ വിളി ആരും കേട്ടില്ല. അവസാനം ഒരു രാത്രി അമ്മ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നെയും കൂട്ടി ഇവിടുന്ന് ഓടിപ്പോയി. ആ രാത്രി ഞാൻ തീരുമാനിച്ചാണടി, ഈ കടപ്പുറത്തേക്ക് ഒന്നുകൂടി ഞാൻ വരുന്നു. പിന്നെ സന്ധ്യകളിൽ എന്റെ അമ്മ സിന്ദൂര പൊട്ടും തൊട്ട് മുല്ലപ്പൂവും ചൂടി ആഭരണങ്ങളും അണിഞ്ഞ് ഈ പുടവയെടുത്ത് ഒരു കാറിന്റെ ഹോൺ കാതോർത്തിരിക്കുന്നതും വെള്ള കീറും മുമ്പ് മാഞ്ഞ സിന്ദൂരപ്പൊട്ടും വാടിയ മുല്ലപ്പൂവുമായി മടങ്ങി വരുന്നതും ഞാൻ കണ്ടു. അമ്മ തിരിച്ചു വരുമ്പോ അമ്മയുടെ ഭംഗിയുള്ള ചുവന്ന വാനിറ്റി ബാഗിനുള്ളിൽ നിറയെ പച്ച നോട്ടുകൾ ഉണ്ടായിരിക്കും. എനിക്ക് കടപ്പുറത്തെത്താനുള്ള കരുത്തുണ്ടാകാൻ എന്റെ അമ്മ സമ്പാദിച്ച പണം. അങ്ങനെയാണടി ഞാൻ ഈ കടപ്പുറത്ത് വന്നത്. എന്റെ പക കൊന്നും കൊല വിളിച്ച് ഞാൻ തീർക്കൂല. എന്റെ അമ്മയെ പഴപ്പിച്ചതുപോലെ നിന്നെയും പഴപ്പിച്ച് ഞാൻ ഈ തുറയിലെറിയും. നിന്റെ ദേഹത്തിന് തുറക്കാരും മത്സരിച്ച് വില പറയും. ഉടുത്തൊരുങ്ങി നിന്ന് നീയും അന്തിക്കൂട്ടിന് ആളുകളെ ക്ഷണിക്കും. നിന്റെ തന്തയുടെ മുമ്പിൽ വെച്ച് ഞാനത് കാണും. അത് കണ്ട് ചെമ്പരുന്ന് ചങ്ക് പൊട്ടിച്ചാവുന്നത് എനിക്ക് കാണണോടി. ആയിക്കോളൂ, എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. പക്ഷേ കഴിഞ്ഞതെല്ലാം വീണ്ടും ആവർത്തിക്കല്ലേ? വർഷങ്ങൾക്ക് ശേഷം അമ്മയെ വേശ്യയാക്കിയതിന്റെ പ്രതികാരം ചോദിക്കാൻ ഒരാൺതരി നിങ്ങളുടെ മുൻപിലും വന്നെന്നിരിക്കും. അവരോട് നിങ്ങൾ എന്ത് ഉത്തരം പറയും? പറയൂ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ചന്തു വന്നു അല്ലേ? ഇല്ല, തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുറപ്പെട്ടോളൂ. ആ, എന്റെ അമ്മ ഉടുത്തിരുന്ന ഈ പുടവ നിനക്ക് ചേരില്ല. അത് മാറ്റി ചന്തുവിന്റെ കാത്തുമായിട്ട് വന്നാൽ മതി. നിങ്ങൾ എങ്ങോട്ട് പോകണം? ഈ പെണ്ണിനെ രക്ഷിക്കാൻ. ഇവൾ ഇഷ്ടപ്പെടുന്നവന്റെ കൂടെ ഇവളെ പറഞ്ഞയക്കാൻ. കൊച്ചുമുതലാളി. കൊച്ചുമുതലാളിയല്ല, ഉണ്ണികൃഷ്ണൻ. ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഒരുപക്ഷേ തനിക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്ന്. മനസ്സിലായില്ല അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് താനി കടലിൽ മുക്കിക്കൊന്ന രാജശേഖരനെ അറിയൂ? താനി കടപ്പുറത്ത് പലർക്കും വലിച്ചെറിഞ്ഞു കൊടുത്ത അയാളുടെ ഭാര്യ പാർവതി അറിയൂ? അതെല്ലാം കണ്ട് നിസ്സഹായനായി നിന്ന് ഉറക്കെ കരഞ്ഞ അവരുടെ കൊച്ചുമകൻ ഉണ്ണികൃഷ്ണൻ അറിയൂ? ആ ഉണ്ണികൃഷ്ണനാടാ പട്ടി ഞാൻ. പഴയ കണക്കുകളുടെ പലിശകൾ കൂട്ടിക്കൂട്ടി ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു.
ഈ ഒരു രാത്രിക്ക് വേണ്ടിയായിരുന്നു, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. എന്റെ അമ്മയ്ക്ക് നീ എഴുതിയ അതേ വിധി നിന്റെ മോക്ക് ഞാനും എഴുതണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അവിടെ എനിക്കൊരു ചെറിയ തെറ്റുപറ്റി. ഇനിയുള്ള കണക്കുകൾ നമുക്ക് തമ്മിൽ തീർക്കാം. കാത്തു, നീ പൊയ്ക്കോ. നിങ്ങൾ ഈ കടപ്പുറം വിട്ടു പോകുന്നവരെ ചെമ്പരന്തിനെ ഞാൻ എങ്ങോട്ടും വിടൂല. കാത്തു, കാത്തിരുന്നു ചന്തു. എല്ലാ പൗർണമി രാത്രിയിലും ഈ മണിയച്ച കേൾക്കാൻ ഞാൻ കാത്തിരുന്നു ചന്തു. എനിക്കറിയാം കാത്തു, എല്ലാം പിന്നെ പറയാം. താഴെ കടലോരത്ത് നമ്മുടെ കൊച്ചുള്ളതുകൊണ്ട് വരൂ, വേഗം പോവാം. എന്താ ചെയ്യാ കാത്തു? അവര് നമ്മളെ പിടിക്കും, എന്നെ കൊല്ലും. ഇല്ല ചന്തു, ജീവിച്ചാലും മരിച്ചാലും നമുക്ക് ഒരുമിച്ചാവാം. ഒരേ ഒരു വഴിയാണ്, നമുക്ക് ഒന്നിച്ച് മരിക്കാം. കടലിന്റെ അടിയിലെ രാജകുമാരിയുടെയും അരയന്റെയും കൂടെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. പൂർണ്ണചന്ദ്രൻ ഒത്തിരി നിൽക്കുന്നുണ്ട്. ഈ മണി 5 പ്രാവശ്യം മുഴുകിയാല് മത്സ്യകന്യകൾ നമ്മളെ കൊണ്ടുപോകാൻ വരും. പോവാം ചന്തു, നമുക്ക് അങ്ങോട്ട് പോവാം.